എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ റിച്ചാർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് സായി സരവണയിൽ നിന്ന് മസാല ദോശ മേടിക്കാം, എനിക്കത് കഴിക്കാൻ കൊതിയായിട്ടിരിക്കുന്നതാണ്. അവൻ നേരത്തെ നാട്ടിലുള്ള സമയത്ത് മിക്കവാറും അത് വാങ്ങിച്ചൊക്കെ കഴിക്കുമായിരുന്നില്ല. അപ്പോൾ അത് വന്നിട്ട് കഴിക്കാൻ സാധിച്ചില്ല, ഇന്ന് അതാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടാകുന്നില്ല. വേഗം കയറിയിട്ട് കുളിമുറിയൊക്കെ നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ആ ഒരു കാര്യം കഴിഞ്ഞ് കുളിച്ച് ഡ്രസ്സ് മാറിയിട്ടാണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയത്. അടുക്കളയിൽ ആകെ കാപ്പി, പാല് ഇത് മാത്രമാണ് രാവിലെ ചെയ്തിട്ടുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വന്ന് അപ്പോൾ റിച്ചാർഡിന് വേണ്ടിയിട്ടവൻ ഒരു റവ ദോശയും കൂടി എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഫ്ലോപ്പായിപ്പോയി. അപ്പോൾ ഈ റവ ദോശ ഏതാ നമുക്കറിയില്ല, കാരണം എല്ലാം ഒരുപോലെ തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത്തിരി പൊട്ടിപ്പൊളിഞ്ഞ പോലെ കിടക്കുന്നൊരു ദോശ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനെടുത്തിട്ട് എൻ്റെ പാത്രത്തിലേക്ക് വെച്ച്, നമ്മൾ അമ്മമാരങ്ങനെയാണല്ലോ, എല്ലാവർക്കും നല്ലത് കൊടുത്തിട്ട് പൊട്ടിയതും പൊടിഞ്ഞതും നമ്മൾ കഴിക്കണം. അപ്പം ഞാനതെടുത്തത് എൻ്റെ പാത്രത്തിലേക്ക് വെച്ചിട്ട് പിന്നെ സാമ്പാറും എല്ലാം ഒക്കെ കുടഞ്ഞ് ഓരോ ബൗളുകളിലേക്കൊക്കെ ഇട്ട് 2 തരം ചട്നി പിന്നെ വടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റിച്ചാർഡ് ആണെന്നുണ്ടെങ്കിൽ മൈസൂർ ദോശയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതും തുറന്ന് നോക്കിയാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. മൈസൂർ ദോശ എന്ന് പറയുമ്പോൾ കുറച്ച് എരിവുണ്ടാവും. മറ്റുള്ള എനിക്കും പപ്പക്കും നോർമലായിട്ടുള്ള മസാല ദോശയാണ് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഞാനങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞതെടുത്ത് വെച്ചത് തുറന്ന് നോക്കിയപ്പോൾ ഈ സംഭവം ഇരുന്ന് ഇത് റവ ദോശയായിരുന്നു. ഈ റവ ദോശ എന്ന് പറയുമ്പോൾ അത് അവിടെ പോയിരുന്നിട്ട് കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, നല്ല മൊരിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് പാക്ക് ചെയ്ത് പാഴ്സൽ വന്നു കഴിഞ്ഞപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് ഒട്ടും കൊള്ളില്ലായിരുന്നു. വെറുതെ ചോറ് പോലെ ഇങ്ങനെ വിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് വാരി തിന്നെ ചെയ്തത്. അങ്ങനെ അത് ഫ്ലോപ്പായിപ്പോയി. അപ്പോൾ എൻ്റെ പാത്രത്തിലേക്ക് ഞാനതെടുത്ത് വെച്ചെങ്കിലും മറ്റേ ദോശ തുറന്ന് നോക്കിയപ്പോൾ പറയും, മമ്മി ഇത് നോർമൽ ദോശയുള്ള മമ്മി എനിക്ക് തന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ആ പൊട്ടിപ്പൊളിഞ്ഞതെടുത്ത് അങ്ങോട്ട് കൊടുത്തപ്പോഴാണ് മനസ്സിലായത് അത് റവ ദോശയായിരുന്നെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടാണ് അവൻ 2 ദോശ കഴിച്ചത് കേട്ടോ. ചിലപ്പോൾ അവൻ ഒരെണ്ണം കഴിച്ച് തയ്യൂലെന്ന് എനിക്കറിയാം. അപ്പം അങ്ങനെ ആ 2 ദോശ, മൈസൂർ ദോശയും റവ ദോശയും അവൻ കഴിച്ച്, മറ്റേ നോർമൽ ദോശ ഓരോന്നും ഞങ്ങൾ കഴിച്ച്. പിന്നെ അവൻ്റെ വട അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് എനിക്കായിരുന്നു. അപ്പോൾ ഞാൻ 2 വടയും കഴിച്ചിട്ടാണ്. പപ്പക്ക് വട വേണ്ടെന്ന് പറഞ്ഞിട്ടും നിർബന്ധമായിട്ടും അവൻ കഴിപ്പിച്ച്. അപ്പോൾ പപ്പ പറഞ്ഞത് എനിക്ക് സവാള വടയാണ് ഇഷ്ടം, ഈ വട എനിക്ക് ഉഴുന്ന വട എനിക്ക് ഇഷ്ടമല്ല, എങ്കിലിത് കഴിക്കണമെന്ന് പറഞ്ഞിട്ടൊക്കെ നിർബന്ധിച്ച് കഴിപ്പിച്ച്. പിന്നെ ഷാജി മീൻ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ വെട്ടാൻ പറ്റുന്ന രീതിയിലുള്ള മീൻ മാത്രമേ ഞാൻ മേടിക്കുള്ളൂ. ചാള ആകുമ്പോഴത്തേക്കും വേഗം വെട്ടിയെടുക്കുക. അതുകൊണ്ട് ചാള മേടിച്ച് വെച്ചിട്ടുണ്ട്. പിലോപ്പിയും ചെമ്മീനാണെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തല കളയാൻ സ്ഥലമില്ല. അതൊക്കെ ബുദ്ധിമുട്ടാണ്. ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്ത് പിറ്റേ ദിവസം കൊടുക്കുക ഒക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ ചെമ്മീനും മേടിക്കണില്ല. അപ്പോൾ അങ്ങനെ ചാള വെട്ടണം. പിന്നെ ചോറ് ഞാൻ വെക്കുന്നുണ്ട്. പിന്നെ വെള്ളത്തിൽ കുറച്ച് ബിരിയാണി റൈസും കുതിർക്കാനായിട്ട് അവിടെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ റിച്ചാർഡ് ചാളക്കറിയും ചോറൊന്നും കഴിക്കൂലല്ലോ, അപ്പോൾ അതുകൊണ്ട് അവന് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. ചിക്കൻ ബിരിയാണി, ചിക്കൻ മന്തി ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടും അത്ര അധികം ഒന്നും കഴിച്ച് കണ്ടില്ല. എന്തോ അത് മടുത്തതാ എങ്ങനെയോ അതിൻ്റെ പീസസും ഒന്നും കഴിക്കാതെ അതൊക്കെ ഫ്രിഡ്ജിരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾ ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് കഴിക്കുന്നത്, ഭയങ്കര ആസ്വദിച്ച് എൻജോയ് ചെയ്താണ് കഴിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ അവിടെ അരി വേകാനിട്ടിട്ട് അത് തിളച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഏറ്റവും സിമ്മിലിട്ട് വെച്ചിട്ട് ഞാൻ മീൻ വെട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ്. ഇപ്പോഴാണ് എനിക്ക് വലിയൊരു അബദ്ധം സംഭവിച്ചത്. കാരണം മീൻ വെട്ടിയിട്ട് ഞാൻ പുറത്ത് പോയിട്ടാണ് കഴുകിയത് കേട്ടോ. വെട്ടൽ മാത്രം ഇവിടെ ചെയ്തുള്ളൂ, കഴുകാനൊക്കെ ഞാൻ പുറത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് റൈസ് വാർത്തിടാനുള്ള ഒരു സമയമായിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് ഞാൻ പുറത്ത് നിൽക്കണമല്ലേ, പുറത്ത് ആ ഒരു പാത്രം കഴുകാതെയൊക്കെ ഉപയോഗിക്കാതെയൊക്കെ വെച്ചേക്കുന്നതാണ്, അതിൻ്റെ അകത്തേക്ക് വാർത്ത് വെക്കാൻ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ അത് കൊണ്ടുവന്നിട്ട് വാർക്കുന്ന സമയത്ത് എൻ്റെ കൈ തട്ടി ആ മൂടി തുറന്നു പോയി. മൂടി തുറന്നിട്ട് ആ കഴുകാതെ വെച്ചേക്കുന്ന, അതായത് നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചേക്കുന്ന ആ വാർത്ത് വെക്കുന്ന പാത്രം ഉണ്ടല്ലോ, അതിൻ്റെ അകത്തേക്ക് മൊത്തം റൈസും വീണ് പോയിന്നേ. ഭയങ്കര സങ്കടമായിപ്പോയി എനിക്ക്. അപ്പോൾ അത് ഞാനൊരു 3 തവണ തിന്നാനുള്ള റൈസായിരുന്നു അവന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്, അത് മൊത്തത്തിൽ പോയി. പിന്നെ നമുക്ക് അതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ കഴുകിയ വൃത്തിയുള്ള പാത്രത്തിലേക്കാണ് വാർക്കുന്നതെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്ന് വാരിയെടുക്കാം, ഇതിപ്പോൾ അത് എടുക്കാൻ പറ്റില്ല. അങ്ങനെ അതാകെപ്പാടെ ഒരു ശോക അവസ്ഥയായിപ്പോയി. ആ മീൻ വെട്ടാൻ കഴുകാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയത് കൊണ്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അകത്ത് തന്നെയാണ് എപ്പോഴും വാർത്തിടുന്നത്, പുറത്തൊന്നും കൊണ്ടേ വാർത്തിടാറില്ല. കഞ്ഞിക്കലം വറുത്തിടാനുള്ള പാത്രം ഇരുന്നത് അതിന് പറ്റുന്ന ഒരു ഇതാണല്ലോ. പക്ഷേ ഈ സംഭവത്തിനത് പറ്റിയില്ല.
പോയി. അങ്ങനെ പിന്നെ അകത്ത് വന്ന ആ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പാട്ടൊക്കെ വെച്ചിട്ട് നിന്നിട്ടാണ്. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഭയങ്കര വിഷമം. ഒന്നാമത്തെ റൈസ് കുറച്ച് നേരം ഇരുന്നിട്ട് ഒന്ന് തണുത്താലേ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് ഇളക്കി കുഴഞ്ഞു പോകാതെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ റൈസ് വേവിച്ച് ഞാൻ വെച്ചത്. പക്ഷേ സംഭവം പാളിപ്പോയി. അപ്പോൾ ഇനിയും വേവിക്കണം. പിന്നെ നോക്കുമ്പോഴത്തേക്ക് റൈസും കുറവാണ്. ഒരു 2 നേരം കഴിക്കാനുള്ള കഷ്ടി റൈസേ ഉണ്ടാകുള്ളൂ. അപ്പോൾ ആദ്യത്തെ റൈസിൻ്റെ അവശിഷ്ടമാണ് ആ മൂടിമേലിരിക്കണത് ഞാൻ കാണിച്ചത്. ഇതിപ്പോൾ റൈസ് ഇട്ടതേ ഉള്ളൂ, അതിന് വെന്ത് വരണം. അപ്പോഴേക്കും ഇനി ചാള വറുക്കുകയും കറിവെക്കുകയൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ച് നിന്ന എനിക്ക് എൻ്റെ മനസ്സങ്ങോട്ട് മട്ടിപ്പോയി. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ തോന്നിയില്ല. ചാള അങ്ങോട്ട് തിളപ്പിച്ച് അവിടെ ഒതുക്കി പരിപാടി. പിന്നെ വറുത്ത മീൻ ഇനിയും തീരാതെ ചാള വറുത്തത് ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് സമാധാനിച്ച് ഉണ്ടല്ല മതി അത് തിളപ്പിക്കാം. തേങ്ങ ചിരണ്ടി വെച്ചതൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. തേങ്ങ ചിരണ്ടാനുള്ള മടിയും വന്ന് എല്ലാം കൂടി സങ്കടവും മടിയും കൂടി ചേർന്ന് ഞാൻ ചാള തിളപ്പിച്ച് പപ്പയ്ക്കും എനിക്കും അതേലും ഒതുക്കി. പിന്നെ ഇനി റിച്ചാന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കനൊക്കെ ഫ്രീസറിൽ നിന്നെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് പീസല്ലേ പുള്ളി കഴിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ എല്ല് കഷ്ണങ്ങളൊക്കെ റൂബിട വേവിക്കുന്ന ചിക്കൻ്റെ അകത്തേക്കും ഇട്ട് കൊടുക്കും. അപ്പോൾ കളയേണ്ട ആവശ്യമില്ല, അത് റൂബി കഴിക്കുമല്ല. അപ്പോൾ അങ്ങനെ ചിക്കൻ ഇനി കട്ട് ചെയ്തെടുത്തിട്ട് മാരിനേറ്റ് ചെയ്തും കൂടി വെക്കണം. അപ്പോഴേക്കും ആ റൈസ് വെന്തിട്ടുണ്ട്. അത് കൊണ്ടുപോയിട്ട് ഞാൻ നമ്മളുടെ അകത്ത് തന്നെ വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ. വെറുതെ വെച്ചാൽ മതി. അത് മറ്റേ ഈ കഞ്ഞി വാർക്കണ പാത്രത്തിൽ വെച്ചതാണ് അബദ്ധമായി പോയത്. അതെൻ്റെ ഒരു അശ്രദ്ധ കൊണ്ടാണ്. അത് ഞാൻ ചാള വെട്ടി കയ്യുമായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടാണ് റൈസ് വേഗണതിന് മുൻപ് അധികം അങ്ങോട്ട് വെന്ത് പോകാതെ എടുക്കാൻ വേണ്ടിയിട്ട് ആ ചാള വെട്ടണ കൈ കൊണ്ടാണ് വന്നത്. അതോടുകൂടിയിട്ടാണ് സംഭവം പാളിപ്പോയത്. അപ്പോൾ റൂബിക്കുള്ള ചിക്കനും വേവിക്കാൻ വെച്ചിട്ട് ഈ ബ്രസ്റ്റ് പീസ് ചിക്കൻ ചെറിയ പീസസ് ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഉപ്പും ഇത്തിരി സോയാ സോസും കുരുമുളകും ഒരിത്തിരി മുട്ടയും കൂടി ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് മഞ്ചൂരിയനാണ്, ചില്ലി ചിക്കനല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും കൂടിയിട്ട് കൊടുത്തിട്ടുണ്ടാകുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫ്രൈഡ് റൈസ് ഈ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയപ്പോഴത്തേക്കും മുട്ടയുടെ ഉണ്ണി മാത്രം ഇട്ടിട്ടല്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വൈറ്റ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. ആ വൈറ്റിൻ്റെ അകത്തുനിന്ന് കുറച്ചാണ് ഇപ്പോൾ ഒഴിച്ചത്. കാരണം അധികം ഇല്ല, ഒരുപാട് ഒഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ അരിഞ്ഞതും പിന്നെ നമ്മളുടെ വെജിറ്റബിൾസ് കയ്യിലുള്ളത് ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ്, അത് ഏതായാലും ഞാൻ കുറച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആവശ്യമുള്ളപ്പോൾ കുറച്ചായിട്ട് കട്ട് ചെയ്തെടുക്കാമല്ലോ. അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടാണ്. പിന്നെ എൻ്റെ കയ്യിൽ സെലറി ഉണ്ട്. സെലറി കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ടുണ്ട്. സെലറി ഇടുമ്പോഴാണ് കേട്ടോ നല്ലൊരു ഫ്ലേവറാണ്. സ്പ്രിംഗ് ഒണിയൻ ഇടുന്ന പോലെയൊന്നുമല്ല. സെലറി ഇടുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, സെലറി അല്ലെങ്കിൽ ലീക്സ് രണ്ടും നല്ല ഒരു ഫ്ലേവർ കൊടുക്കുന്ന സംഭവമാണ് ചൈനീസ് വിഭവങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ ഞാനൊരു ചിക്കൻ ക്യൂബ് കൂടിയിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടാണ്. എന്നിട്ട് പിന്നെ ഒരു മുട്ടയും കൂടിയിട്ട് അത് ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് മാത്രം ഒന്ന് ഇളക്കുക. അല്ലെന്നുണ്ടെങ്കിൽ പീര പോലെ ആയിപ്പോകും ആ മുട്ട ഇട്ടതിൻ്റെ ഒരു ഗുണം കാണില്ല. വലിയ വലിയ പീസസ് ആയിട്ട് കിടക്കുമ്പോഴാണ് നല്ലത്. അപ്പോൾ ഒരു മുട്ട മാത്രമേ ഇട്ടുള്ളൂ. കാരണം 2 നേരം കഷ്ടി ഉണ്ടാകുള്ളൂ. റൈസ് തീർന്നു പോയിട്ടുണ്ട്. നമ്മൾ ആദ്യത്തേത് പോയതുകൊണ്ട് പിന്നെ ആ റൈസ് ഉള്ളതല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ മേടിപ്പിച്ചൊക്കെ വെക്കണം. അങ്ങനെ എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ റൈസ് വിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഇത്തിരി ഉപ്പ് വെള്ളം തളിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഏറ്റവും അവസാനമാകുമ്പോൾ നമ്മളിത്തിരി സോയാ സോസും ചില്ലി സോസും. അപ്പോൾ ഞാൻ 2 ടൈപ്പ് സോസും കുറച്ചായിട്ട് ഒഴിച്ച് പിന്നെ സോയാ സോസ് ഡാർക്ക് ചെയ്തുകൊണ്ട് ഞാൻ വളരെ കുറച്ചിട്ടിട്ടുള്ളൂ കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര കളറായി പോകും, കറുപ്പ് കളറിൽ വരും റൈസ്. പിന്നെ ഇത്തിരി കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി കുറച്ച് നേരം നല്ല രീതിയിലൊന്ന് മൊരിയിച്ചെടുക്കണം. മറിച്ച് റിച്ചാന് പ്രത്യേകിച്ചും അതൊന്ന് മുരിഞ്ഞ് വരണതാണ് ഏറ്റവും ഇഷ്ടം ഫ്രൈഡ് റൈസ്. അങ്ങനെ അത് മറിച്ച് കുറച്ച് നേരം അങ്ങനെ ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ സെലറി തണ്ടും ഇലയും എല്ലാം കൂടി ചേർത്തിട്ട് അരിഞ്ഞാണ് വെച്ചേക്കണത്. അതിനകത്തുനിന്ന് കുറച്ച്, ഒരുപാടാകാനും പാടില്ല, ഒരു അരക്കൈപ്പിടി എടുത്തിട്ട് അതും കൂടി ഇട്ടിട്ട് പിന്നെ ഇങ്ങോട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. അതിനെ വേവിച്ചളയണ്ട. അതോടെ ആ ഒരു പരിപാടി കഴിഞ്ഞ് ഇപ്പോൾ തീ ഓഫ് ചെയ്ത് ഇട്ടിട്ടാണ് ഞാൻ സെലറി ഇട്ടത്, അതിൻ്റെ ഫ്ലേവർ അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് മാറ്റി. അപ്പോഴേക്കും നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ വറുക്കുന്നതിന് മുൻപായിട്ട് ഒരു ഇത്തിരി കോൺഫ്ലോറും കൂടിയിട്ട് അതിൽ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടാണ് വറുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ വെജിറ്റബിൾ ഓയിൽ, ഫ്ലേവർ ഇല്ലാത്ത ഓയിലാണ്
ഈ ചൈനീസ് വിഭവങ്ങൾക്ക് എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ അങ്ങനെ വെളിച്ചെണ്ണ ഒന്നിനും തന്നെ കൂടുതൽ ഉപയോഗിക്കാറില്ല. അത്യാവശ്യം മീനിൽ മുട്ട വറുക്കാൻ ഒക്കെ ഇട്ടാണ്, മുട്ടക്കറി അതിനൊക്കെ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. ഇവിടെ എല്ലാം വെജിറ്റബിൾ ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നാണെങ്കിൽ റിച്ചാർഡ് എറണാകുളത്തേക്ക് പോയിട്ടുണ്ട്. അവന് ലുലു മോളിലൊക്കെ പോകാനുണ്ട്. അവന് ഷൂസൊക്കെ മേടിക്കണം. അവൻ്റെ സേവ് ദ ഡേറ്റ് ഷൂട്ടിങ്. സേവ് ദ ഡേറ്റ് ഒന്നും വേണ്ട എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ അവർക്ക് വീണ്ടും ഒന്ന് എടുത്തേക്ക ഒരു ഫോട്ടോ. എന്തായാലും ഹോളിൻ്റെ പുറത്തിങ്ങനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കുമല്ലോ, പെണ്ണും ചെക്കനും ഒക്കെ നിൽക്കുന്ന ഒരു ഫോട്ടോ. അപ്പോൾ അത് എന്തായാലും വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഒരു സേവ് ദ ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ഷൂസൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് റിച്ചാർഡ് പോയിട്ടുണ്ട്. ആ വഴിയിൽ തന്നെ റിച്ചാർഡിൻ്റെ വെഡ്ഡിങ് കാർഡ് കൂടി കളക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ റിച്ചാർഡിൻ്റെ വെഡ്ഡിങ് കാർഡ് കൊടുത്തത് നമ്മൾ MKR കാർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്കും ഇങ്ങനെ പോയിട്ട് സെലക്ട് ചെയ്യാനൊന്നും സമയമില്ല, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പോയ സ്ഥലത്ത് നമ്മൾ വിചാരിച്ചൊന്നും കിട്ടിയില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ MKR അടിപൊളിയായിട്ടാണ്. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കാർഡുകളുണ്ട്. അത് കുന്നംകുളത്താണ് കേട്ടോ, തൃശ്ശൂർ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കാര്യം ഞാൻ പറയാം. അപ്പോൾ അതേ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം അതിനകത്തേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പൊടിയരിഞ്ഞത് അതുകൂടി ഇട്ടിട്ട് അതിനകത്തേക്ക് കുറച്ച് ആദ്യം സവാള ഇട്ട് ഒന്നായതിന് ശേഷം ക്യാപ്സിക്കം കൂടി ഇട്ട് അതിന് ആവശ്യമായ ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മൾ ഈ മഞ്ചൂരിയന് നമ്മൾ സോയാ സോസും ചില്ലി സോസ്, റെഡ് ചില്ലി സോസ് അത് മാത്രമാണ് ചേർക്കണത് കേട്ടോ. നമ്മൾ ചില്ലി ചിക്കൻ്റെ അകത്ത് കുറച്ചധികം തന്നെ ഇത് ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കില്ല. ഇതിൻ്റെ അകത്ത് ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കില്ല. പിന്നെ ഇങ്ങനെ ഒരുപാട് ഗ്രേവി ആയിട്ടുള്ള കറി ആയിരിക്കില്ല, ഒട്ടും തന്നെ ഗ്രേവി ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സംഭവമായിട്ടാണ് നമ്മൾ ഈ മഞ്ചൂരിയനെ എടുക്കുന്നത്. അന്നേ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കുക മഞ്ചൂരിയന് ഒരുപാട് ചാറിൽ കുതിർന്നാണ് ഇങ്ങോട്ട് കിട്ടുന്നത് കേട്ടോ. സോയാ സോസിൻ്റെ കളറുമായിരിക്കുള്ളൂ മഞ്ചൂരിയൻ്റെ അകത്ത്, ഭയങ്കര ഒരു ഡാർക്ക് കളറായിരിക്കുള്ളൂ. പക്ഷേ എനിക്കിഷ്ടം ഇത് അധികം ഗ്രേവി ഇല്ലാതെ എടുക്കുന്നത് തന്നെ ഇഷ്ടം. അതുകൊണ്ട് ഞാനധികം വെള്ളത്തിലേക്ക് ഇതിനാക്കിയിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ ലൂസാക്കിയൊക്കെ എടുക്കാം, ചില്ലി ചിക്കൻ്റെ പോലെ തന്നെ. അപ്പോൾ നമ്മൾ സോയാ സോസും ചില്ലി സോസ്, റെഡ് ചില്ലി സോസ് തീർന്നു പോയതുകൊണ്ട് ഗ്രീൻ ചില്ലി സോസ് കൂടി, അത് കുഴപ്പമില്ല, അതുകൂടി ഇട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത്. എന്നിട്ട് നമ്മൾ അതിനെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്തിരി കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കി അതുകൂടി അങ്ങോട്ട് ചേർത്ത് ഒരു ഗ്ലേസിങ് കിട്ടും. അപ്പം നല്ലൊരു തിളക്കം പോലെ ഇരിക്കും. അതൊന്ന് വെന്ത് വന്നിട്ട് പിന്നെ അതിനകത്തേക്ക് നമ്മൾ ആദ്യം കുരുമുളക് പൊടി ഇടാൻ മറന്നു പോയതാണ് ഞാൻ, ഏറ്റവും അവസാനം ഓർത്തിട്ടാണ് ഇട്ടത്. ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ടെങ്ങനെയാണ് കുരുമുളക് പൊടി, ഈ പറഞ്ഞ പോലെ സെലറി ഇടുമ്പോഴാണ് ഇത് വേറെ ലെവല് സ്മെല്ല് വരുന്നത് കേട്ടോ. നല്ല സ്മെല്ലായിരിക്കുള്ളൂ സെലറി ഇടുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ അത്രയേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് വേഗം തന്നെ പാത്രത്തിലേക്ക് മാറ്റി. ഇനിയിപ്പോൾ അവൻ വന്നു കഴിഞ്ഞിട്ട് ഒന്നുകൂടി ചൂടാക്കി കൊടുക്കേണ്ടി വരും. എങ്കിലും പാത്രത്തിൽ റെഡിയായി വെച്ച് കഴിഞ്ഞാൽ ഓവനിൽ വെച്ചങ്ങോട്ട് പെട്ടെന്ന് ചൂടാക്കാമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് സെർവ് ചെയ്തൊക്കെ വെച്ചത്. പിന്നെ ഫ്രൈഡ് റൈസ് ആണെന്നുണ്ടെങ്കിലും തണുത്ത ഐസ് പോലെ ആയിട്ടുണ്ട്. കാരണം സമയം 3 മണി ആയിട്ടുണ്ട്, ഇതുവരെയും റിച്ചാർഡ് എത്തിയിട്ടില്ല. അപ്പോൾ പപ്പക്കുള്ള ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പപ്പ ചോറെല്ലാം കഴിച്ച്. അറിയുമല്ലേ ആദ്യം അവളാണ് നോക്കണത് എല്ലാവർക്കും. ഇഷ്ടപ്പെട്ട നല്ല ഷൂസാണ്, വലിയ ഷൂസാണ്. 10 ശരിയാവൂല, അതാണ് ഞാൻ പറഞ്ഞത്. ഇത്തിരി വലിയതായിരിക്കണം. അങ്ങനെ തന്നെ ഉരി എടുത്ത് വെക്കാല്ല. പുതിയ വണ്ടി, ഇത് പച്ച വണ്ടി. പിന്നെ ഇത് ഡ്രസ്സ് എടുക്കണമെങ്കിൽ
അപ്പോൾ റിച്ചാർഡ് സേവ് ദ ഡേറ്റിന് ഇടാനായിട്ടുള്ള വൈറ്റ് കളറിലൊരു ഷൂസ് എടുത്തിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റൂബി കുഞ്ഞിനെ ആര് വീട്ടിലേക്ക് എന്ത് കൊണ്ടുവന്നു കഴിഞ്ഞാലും ഏറ്റവും ആദ്യം അവളാണ് ചെക്ക് ചെയ്യുന്നത്. അവൾക്കത് നോക്കണം. ഇപ്പോൾ ഹാപ്പി ആയിട്ട് കിടക്കണമായിരുന്നു കേട്ടോ അവിടെ. എല്ലാവരും അവളുടെ തറ ലെവലിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവൾക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ അവൾ വിചാരിക്കണത് നമ്മളെപ്പോലെ അവളും ആയി എന്നുള്ള രീതിയിൽ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ മാറി കിടന്ന് ഉറങ്ങുകയും അവിടെ ഇരുന്ന് നോക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പ്രാർത്ഥനയുടെ സമയത്ത് ഇരിക്കുമ്പോഴും അവൾ ഭയങ്കര ഹാപ്പിയാണ്. തറ ലെവലിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കണേണ് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ഷൂസിൻ്റെ കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞാണ്. എല്ലാം എന്നാ വീഡിയോ ഇത് വാട്സാപ്പിലൂടെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഏതാണ് മമ്മി നല്ലത്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് തന്നെയാണ് അവനും വിചാരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് എൻ്റെ ഇഷ്ടം അവൻ്റെ ഇഷ്ടവും സാറ്റ്നയുടെ ഇഷ്ടവും എല്ലാം ഇത് തന്നെ ആയിരുന്നു. അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ആ ഷൂസ് എടുത്തിട്ട് വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇനി നമ്മളുടെ കാർഡ് കിട്ടിയിട്ടുണ്ട്. കാർഡ് പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ പപ്പ അതിൻ്റെ തിരക്കിൽ ഞാൻ കാർഡ് പൊട്ടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവൻ പറഞ്ഞ് ആ കാർഡ് പൊട്ടിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ പപ്പ അവിടെ കാർഡ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവനാണെന്നുണ്ടെങ്കിൽ അതൊന്നുമല്ല, അവൻ്റെ കാറുമ്മേലാണ് കൂടുതൽ ശ്രദ്ധ. അപ്പോൾ ഈ കാറൊക്കെ എന്തിനാണ് ഈ ഒരു സമയത്ത് മേടിക്കണമെന്നൊക്കെ ചോദിച്ച് ഞാനിങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കണേണ് കേട്ടോ. അപ്പം അങ്ങനെ അത് തുറന്നതാ റൂബി കൊച്ച് വേഗം തന്നെ വന്നത് മണത്ത് നോക്കണേനെ. ആയിക്കോട്ടെ. ഇത് അമേരിക്കൻ ഉൽപ്പന്നമാണ്, ജാപ്പനീസ്. ഓക്കെ. ഇത് അമേരിക്കൻ ഉൽപ്പന്നമാണ്. അമേരിക്കൻ ഉൽപ്പന്നമാണ്. ഇത് മിക്സ് ആണ്. ഇത് ആദ്യമായിട്ട് മേടിക്കണേ. ഇതിൻ്റെ അകത്ത് BMW M3, ഇത് 911 GT3, പിന്നെ ഇത് AMG GT3, ഇത് ഫോക്സ് വാഗൺ ഗോൾഫ്, ഇതൊക്കെ ട്രഡീഷണൽ കാർസാണ്. പിന്നെ ഇത് ആസ്റ്റൺ മാർട്ടിൻ 177, പിന്നെ ഇത് വോൾവോ 142 GL 2000. ഇത് 40 റുപ്പീസ് കുറച്ച് 560. ഇത് 1500. ഇത് അപ്പോൾ നമ്മളുടെ MKR കാർഡ്സിൽ ഒരുപാട് വെറൈറ്റി കാർഡുകൾ കിട്ടാം. ഭയങ്കര വെറൈറ്റി, നമുക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് എടുക്കാൻ പറ്റിയ കാർഡുകളുണ്ട്. പക്ഷേ 400 പീസസ് മിനിമം എടുക്കണം നമ്മൾ. അതുകൊണ്ട് നമുക്ക് പല ഇഷ്ടപ്പെട്ടതും എടുക്കാൻ സാധിച്ചില്ല. പിന്നെ 100 എണ്ണം മിനിമം ഉള്ള കുറച്ച് കാർഡുകൾ ഉണ്ടായിരുന്ന കൂട്ടത്തിൽ നിന്നാണ് ഈ ഒരു കാർഡ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഈ കാർഡ് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ആ വിരലുകളുടെ തമ്മിലുള്ള ഒരു ലോക്കിംഗ് സിസ്റ്റം അവിടെ വരുന്നുണ്ട്. അങ്ങനെ അത് ക്ലോസ് ചെയ്ത് വെക്കാം. ഇതിനൊരു എൻവലപ്പ് ഇല്ല. അതാണ് ഈ കാർഡിൻ്റെ ഒരു പ്രത്യേകത. ഇത്രയും മാത്രം ചെയ്താൽ മതി. അങ്ങനെ ഞാനും പപ്പയും കൂടി ഒരു 50 എണ്ണം ഫോൾഡ് ചെയ്ത് അവിടെ വെച്ച് ബാക്കി എടുത്ത് മാറ്റി. അപ്പോൾ ഈ ഒരു കാർഡിൻ്റെ അകത്ത് നമ്മളുടെ അഡ്രസ്സ് മാത്രമല്ല പെൺകുട്ടിയുടെ അഡ്രസ്സ് കൂടി ഉള്ളത് കൊണ്ടാണ് ഞാനത് ബ്ലർ ചെയ്ത് വെക്കുന്നത്. അമ്മര് കുരക്കണ പിന്നെ വെച്ചിരുന്നിട്ടെങ്ക് കുരക്കാൻ പറ്റണില്ല കൊച്ചിന്. എന്തെന്നെ അമ്മര് കുരക്കണ പിന്നെ അച്ചോ ഇരിക്കണേന്ന്. ഇവിടെ ഈ കാർഡിൻ്റെ പുറത്തിരിക്കാനാണ് താല്പര്യം ചേട്ടൻ്റെ. ചേട്ടൻ കാറ് കൊണ്ട് കളിക്കുക മണവാളൻ. കാറ് കൊണ്ട് കളിക്കുക. അത് എന്തെന്നിപ്പാ അമ്മര് കൊരക്കണ്ട പിന്നെ. കിടന്ന് ഇരുന്ന് മതിയായി കേട്ടെന്ന്. നമുക്ക് ഭക്ഷണം കഴിക്കും. ഇതൊക്കെ എടുത്ത് മാറ്റാം. എന്ത് സാധനമാണ് ഓർഡർ ചെയ്തേക്കണത്? എന്താ ഓർഡർ ചെയ്തത്? കൊടുത്തെന്ന് നോക്ക്. ടൊയോട്ട ലാൻഡ് ക്രൂസർ. ഇത് 250. ഇല്ല, പ്രാഡോ ഉണ്ടായിരുന്നു, കറുപ്പ് കളർ. ഈ കല്യാണത്തിന്റെ സമയത്തെങ്കിലും നിനക്ക് ഇതിനകത്തുനിന്ന് ഒന്ന് വിട്ടു നിന്നൂടേടാ. മമ്മി ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കിയ. ആരോട്? എനിക്കിതൊന്നും കാണണമെന്നില്ല. ഇത് കാണുമ്പോ എനിക്ക് പ്രഷർ അടിച്ച് കയറും, ഭ്രാന്ത് കയറിയിട്ട്. കണ്ടാ ഫോട്ടോ എടുത്ത് വിട്ട് കഴിഞ്ഞാ? എനിക്ക് ക്ലബിൽ എന്റെ അമ്മക്കാനം കണ്ട എന്നല്ല. കറുപ്പ് സാധനം അടുത്ത കറുപ്പ് സാധനം കോററ്റി അല്ല. ഇത്
ഇതെനിക്കറിയാം ലാസ്റ്റ് മാട്ടി DB177 ഫുഡ് എടുത്തിട്ട് എത്ര നേരമായി കണ്ട ചോദിച്ചല്ലേ മമ്മി? ആ ഫുഡ് എടുത്ത് തണുത്ത് ഇട്ട് പിന്നെയും ചൂടാക്കി കൊണ്ടുവന്ന് വെച്ചേക്കണേ ഞാൻ. എത്ര നേരം കഴിഞ്ഞാണ് ആ എടുക്ക്. എന്തൊക്കെയാണ് മേടിച്ചത്? പെപ്സി, പപ്പക്ക. ഇത് രാത്രി ഇതിപ്പ ഓക്കെ. ഇത് അമ്മക്ക് പൊളിക്കാൻ സ്പീക്കർ അത് പിന്നെ നോക്കിയപ്പോലെ സ്പീക്കർ അടുക്കളയിൽ പാട്ട് വെക്കാൻ. റിച്ചാർഡ് കഴിക്കണ കാണാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ റിച്ചാർഡിൻ്റെ അഭിപ്രായം കേൾക്കാനും എല്ലാവർക്കും ഇഷ്ടമാണ്. ചിയാങ്ങിന്ന് ഇറങ്ങിയ പോലെ അങ്ങനെ പറ. ചിയാങ്ങിന്ന് ഇറങ്ങി വേറെ സ്ഥലത്ത് കയറി. അപ്പം ഇഷ്ടപ്പെട്ട്. അടിപൊളി ചൈനീസ് വിഭവങ്ങൾ. ഞാനിവിടെ ചൈനീസിൻ്റെ ഓപ്പോസിറ്റ് സാധനം കഴിക്കണത്. തൊട്ടടുത്തുള്ള രാജ്യത്തിലെ ഭക്ഷണം കഴിക്കേണ്ടി. അമ്മച്ചിക്കാണെന്നാ ബോട്ട് എവിടെയാണ് എനിക്ക് വഞ്ചിക്ക് തുഴഞ്ഞു കൊണ്ടത്? അടുക്കളയിൽ. അപ്പോൾ ഈ ഒരു വെഡ്ഡിങ് കാർഡ് സെലക്ട് ചെയ്യാനൊന്നും ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല. റയനുള്ള സമയത്ത് വളവിൽ റയൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു, പപ്പയും പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴി ഈ ഒരു MKRൽ ഓർഡർ കൊടുത്തത് കേട്ടോ. അപ്പം നമ്മളുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്കാണ് അവർ അത് കൊറിയർ ചെയ്യുന്നത്. അവിടെ പോയിട്ടാണ് നമ്മൾ കളക്ട് ചെയ്തത്. അമ്മിയുടെ മുത്ത് എന്താണ് ഇങ്ങനെ ഇരിക്കണത്? പല്ലും പുറത്തിട്ടിരിക്കണത് എന്താണിപ്പാ? റോജർ എനിക്ക് നല്ലൊരു റേഡിയോ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതായിരുന്നു കിച്ചണിൽ വെച്ച് കേട്ടോണ്ടിരുന്നത്. പക്ഷേ ആഡ് ഒരുപാട് കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കത് വെക്കാനേ തോന്നണില്ല. അപ്പോൾ ഞാൻ വൈറ്റ് മ്യൂസിക്കാണ് സാധാരണ കേൾക്കണം, അത് ഫോണിൽ. അപ്പോഴാണ് റിച്ചാർഡ് എനിക്ക് ഏതായാലും ഈ ഒരു സ്പീക്കർ മേടിച്ചിട്ട് വന്നത്, കുറച്ചും കൂടി ശബ്ദം കൂട്ടി കേൾക്കാൻ വേണ്ടിയിട്ട്. ഇരിക്കണത് കുഞ്ഞെന്താണ് ഇരിക്കണത്? വാ അമ്മിയുടെ മുത്ത് വാ. പിന്നെ ഇനി പാട്ടുകളൊക്കെ വെച്ചതിൻ്റെ ശബ്ദമൊക്കെ എന്നെ കേൾപ്പിക്കണേണ്. എന്തോരം കൂട്ടാൻ കുറക്കാന്നൊക്കെ ഉള്ളതൊക്കെ എന്നെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാട്ടുകൾ ഇട്ടേക്കണോണ്ട് തന്നെ എനിക്കിത് ഇത് മ്യൂട്ട് ചെയ്യേണ്ടി വന്ന്. പാട്ട് ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ വീഡിയോ മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാനത് അങ്ങോട്ട് കളഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഈ പാട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ റിച്ചാർഡിൻ്റേതായ കുറച്ച് കോമഡികളൊക്കെ കാണിച്ചും പറഞ്ഞു അങ്ങനെ അതും ഇതൊക്കെ ചെയ്ത് അവിടെ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ ഞാൻ പോയിട്ട് ചായ എടുത്ത്. കാരണം നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത് 4 മണി കഴിഞ്ഞിട്ടാണ്. ഞാൻ റിച്ചാർഡിനെ നോക്കി അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റിച്ചാർഡ് 4 മണിക്ക് ശേഷം കഴിച്ചത്. അപ്പോൾ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ചായ അങ്ങോട്ട് അതിനോടൊപ്പം തന്നെ ഇട്ടേക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെയും കുറേ ലേറ്റ് ആകുമല്ലോ. ഇപ്പോൾ ഏകദേശം 5 മണിയോളം ആയിട്ടുണ്ട്. അപ്പം വേഗം ചായയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് വേഗം ഒന്ന് കുളിച്ചുടുപ്പ് മാറാമെന്ന് വിചാരിച്ച്. കാരണം എനിക്ക് ഭയങ്കര ചൂട്, ഭയങ്കര പൊള്ളിയ ഒരു ദിവസമായിരുന്നു. ഈ ഒരു ഡ്രസ്സ് ഇടുമ്പോൾ അധികം വെയിലും ഒന്നും കാലത്തിങ്ങനെ കണ്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മഴ ആ ഒരു ഇതിൽ നിൽക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഉടുപ്പിട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ചൂടങ്ങോട്ട് കൂടിയിട്ട് അന്തരീക്ഷവും ചൂട് കൂടി, എനിക്കും ഭയങ്കരമായിട്ട് ചൂട് കൂടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ നേരത്തെ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ പണ്ട് നമ്മുടെ വീഡിയോയിലൊക്കെ ടിപ്സിൻ്റെ വീഡിയോ അകത്ത് കാണിക്കുന്ന ഒരു സംഭവം, ഒരു ടിപ്പായിരുന്നു ഇത്. ഇപ്പം ഞാനിത് ഗതികെട്ടിട്ട് ഇതിവിടെ ചെയ്തു പോയതാണ്. സാധാരണ ഇങ്ങനെ ഞാനിവിടെ ഒട്ടിച്ച് വെക്കാറില്ല. അപ്പോൾ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ തെന്നി പോകുന്ന ഇതുപോലെയുള്ള ചെയർ ബാക്കുകൾ, അതുപോലെ ബാക്കിൽ കുഷ്യൻ ഉള്ള ചെയർ ബാക്കിന് നമ്മൾ ബാക്കിൽ ചെയറിനും ചെയർ ബാക്ക് ഇടുമല്ല, ബാക്കിൽ ഇങ്ങനെ ഇടുമല്ല, അത് കുറച്ച് നേരം കൊണ്ട് തന്നെ ഊർന്ന് താഴെ വീണ് കിടക്കുന്നത് കാണാം. അപ്പോൾ അത് ഇങ്ങനെ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് ഈ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് നമുക്ക് എവിടേക്കാണ് വിട്ടുപോകാൻ സാധ്യതയുള്ള സ്ഥലത്ത് അത് ഒട്ടിച്ചിട്ട് അതേലൊന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെയുള്ള വീട്ടിൽ ഇത് വൃത്തിക്ക് ഇരിക്കും, പെട്ടെന്ന് ഇങ്ങനെ ഇടിഞ്ഞ് താഴേക്ക് വീഴില്ല. ഇവിടെ ഇപ്പോൾ കുട്ടികളൊന്നും ഇല്ല എങ്കിൽ തന്നെയും പപ്പയാണെങ്കിലും റിച്ചാർഡാണെങ്കിലും ഇതിൽ കിടക്കുകയും ഒക്കെ ചെയ്യും, എന്നിട്ട് എഴുന്നേറ്റിട്ട് അങ്ങനെ പോവുകയും ചെയ്യും. അപ്പോൾ അത് മാറിക്കിടക്കണാകുമ്പോൾ എനിക്കെന്തോ പിന്നെയും ഞാൻ തന്നെ അത് ചെയ്യണ്ടേ. ഇവരുടെ അടുത്ത് ഞാൻ പറയും, നിങ്ങൾ കിടന്നെഴുന്നേറ്റൊക്കെ അതിൽ ഇങ്ങനെ മാറിക്കിടക്കണേ, നിങ്ങൾ തന്നെ അത് നീറ്റാക്കി ഇട്ടിട്ട് പോകണമെന്ന് പറയുമ്പോൾ അവരപ്പം ചെയ്യും. പക്ഷേ
പിന്നീട് ഓരോ പ്രാവശ്യം നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ഒട്ടിച്ച് വെച്ച്. ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ. കുറച്ച് നമുക്ക് തോന്നുമല്ല ഇന്ന സ്ഥലങ്ങളാണ് വിട്ടു പോരാൻ സാധ്യതയില്ല, അവിടേക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് അതൊന്ന് അമർത്തി ആ തുണിയോടുകൂടി ചേർത്ത് താഴെയും മുകളിലും ചേർന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോരൂല കേട്ടോ. ഇത് ചെയർ ബാക്കിൽ ഇങ്ങനെ ഇടുന്നതിന് ഏറ്റവും നല്ലൊരു സംഭവമാണ്. ഇവിടുത്തെ പോകാതെ കിടന്നാലും ബാക്കിലുള്ളത് ഇടിഞ്ഞ് താഴേക്ക് എപ്പോഴും വീണ് കിടക്കണം കാണാം. അപ്പോൾ അതിനൊക്കെ ഇത് നല്ലതാണ് കേട്ടോ. കിടന്നോളും, നീറ്റായിട്ട് കിടന്നോളും. അങ്ങനെ ഞാൻ പോയി ഒന്ന് കുളിച്ച് വൃത്തിയായിട്ട് വന്ന്. അപ്പോൾ നമ്മുടെ റൂബി കൊച്ച് എന്നെ കൂടി കിടക്കാൻ റെഡിയായിട്ട് സന്തോഷമായിട്ട് കിടക്കണതാണത്. അപ്പോൾ ഇത്രയും ഉണ്ടാകുന്നുള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് തിങ്കളാഴ്ച കാണാം. താങ്ക്